ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത് ഒരു വിളിക്കാതെ കല്യാണം കൂടാൻ, കല്യാണമല്ല, റിസപ്ഷൻ കൂടാനായിരുന്നു. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ പോലും ആ കാര്യം അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കേട്ടോ. എന്നോട് ഏതോ വാട്ടർഫോൾസ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കൂട്ടിയിട്ട് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ദാണ്ടെ ഒരു നാട് നിറച്ചും കന്നഡക്കാർ. നല്ല പീസ്ഫുൾ സ്ഥലത്തായിരുന്നു പെണ്ണിൻ്റെ വീട്. ആദ്യമൊക്കെ ചെറുതായിട്ട് ചമ്മലുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ നമ്മളെ കഴിക്കാനിരിക്കാൻ വിളിക്കുമെന്നൊക്കെ ഓർത്ത്. പക്ഷെ എന്തോ പെട്ടെന്ന് തന്നെ നമ്മൾ ആരോ വിളിച്ചട്ടോ. അങ്ങനെ നമ്മൾ സാപ്പിടാനിരുന്നു. റിസപ്ഷൻ ആയതുകൊണ്ട് ഭാഗ്യത്തിന് എല്ലാം നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ കല്യാണ ചെറുക്കൻ തന്നെ വന്ന് പറഞ്ഞു, ഒട്ടും അടിക്കേണ്ട മക്കളെ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്ന്. അത് കേട്ടപ്പോഴാണ് തിന്നാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത്. അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ഒരു ഫാമിലോട്ടേക്കാണ്. ഫാം എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര ഫാം. മാങ്ങ, പേരക്ക, പപ്പായ, അങ്ങനെ പലതും ഉള്ളൊരു അടിപൊളി ഫാമും. അവിടുത്തെ ഒരു കാറ്റും പീസും മൊത്തത്തിലൊരു വൈബായിരുന്നു കേട്ടോ. അവിടുത്തെ കെയർ ടേക്കറാണെങ്കിൽ നമ്മൾ ഒരുവിധമൊക്കെ ചുറ്റി കാണിച്ചു. ഇതൊരു സൈക്ക് ചെറുക്കനായിരുന്നു. ഡോഗ് ലവർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കാണുന്നത് ഡോഗിനൊക്കെ എയറിൽ എറിഞ്ഞ് കളിക്കുന്നതാണ്. എന്തോ ഭാഗത്തിന് കടി കൊണ്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് പേരയ്ക്കയും മാങ്ങയൊക്കെ തിന്നത്. ഒരു ലോഡ് കണക്കിന് മാങ്ങയാണ് അവിടെ, എங்கே பார்த்தாലും മാങ്ങ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ എല്ലാം പറിച്ചുകൊണ്ട് വരാൻ തോന്നിയതാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫാമല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ നല്ല കുട്ടിയായി അടങ്ങിയിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷനായ ഹൊഗ്നേക്കാൽ ഫാൾസ് കാണാനാണ് പിന്നീട് പോയത്. ഹൊഗ്നേക്കാൽ എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ചെറുതായിട്ട് മാറ്റം ഉണ്ടാകും. പക്ഷേ ഈ ഫാൾസ് എന്ന് പറഞ്ഞാൽ നയാഗ്ര ഫാൾസ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്ന ഒരു ഫാൾസാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഫാൾസ് എന്ന്. അവസാനം അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷെ നമുക്ക് ആക്ച്വൽ ഫാൾസ് കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ അവിടെ എത്താൻ ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാലും കണ്ട വ്യൂ വേറെ ലെവലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോയി.